വയ്യുരീതു അവരെങ്ങാനും ഉദ്ദേശിച്ചാൽ യഹ്ദഊക അങ്ങേ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങയെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചാൽ ബിസുൽഹി എന്തുകൊണ്ട് സുൽഹ് കൊണ്ട് ഈ ആദ്യ അനുരഞ്ജനം അല്ലെങ്കിൽ എന്താണ് സുൽഹ് എന്താണ് ഒരു സമാധാന കരാർ സുൽഹ് അനുരഞ്ജനം ഉണ്ടാക്കുക ലിയസ്തഇദ്ദൂലക എന്തിനാണ് അങ്ങനെ അവര് തയ്യാറാവാൻ വേണ്ടി ലക്ക അങ്ങേക്കെതിരെ അപ്പൊ അങ്ങനെ എങ്ങാനും അവര് അങ്ങേ വഞ്ചിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഇന്ന ഹസ്ബകല്ലാഹ് അതായത് അള്ളാഹു അങ്ങേക്ക് മതിന്നർത്ഥം തീർച്ചയായും ഹസ്ബക അള്ളാഹ് അള്ളാഹു എന്താണ് അങ്ങേക്ക് മതിയായതാണ് കാഫിക്ക് അങ്ങേ മതിയാക്കുന്നതാണ് അള്ളാഹു തആല എന്നർത്ഥം പിന്നീട് ഖബറാണ് അള്ളാഹു ഹുവല്ലദീ അള്ളാഹു സുബ്ഹാനഹു അവൻ യാതൊരുവനാണ് അയ്യദക അങ്ങേ ശക്തി പ്രദാനം ചെയ്തു ബിനസ്രിഹി അവന്റെ രക്ഷ കൊണ്ട് വബിൽ മുഅ്മിൻ അല്ലെങ്കിൽ അവന്റെ സഹായം കൊണ്ട് വബിൽ മുഅ്മിനീങ്ങളെ കൊണ്ട് വഅല്ലഫ ജമഅ ബൈന ഖുലൂബിഹിം ഇണക്കി എന്ന് വെച്ചാൽ ജമഅ ബൈന ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ എന്താണ് ഒരുമിച്ച് കൂട്ടി ബാദൽ ഇഹിന്റെ ശേഷം ബാദൽ ഇഹിന് പകയ്ക്ക് ശേഷം ആർക്കിടയിൽ പകയുണ്ടായല്ലോ ആ പകയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതിന് ശേഷം എന്തായി അള്ളാഹു അവരുടെ ഇടയിൽ ഹൃദയങ്ങൾ എന്തായി കൂട്ടിച്ചേർത്തു ഇണക്കി ലവ് അംഫഖത മാഫിൽ അർളി അങ്ങെങ്ങാനും ചെലവഴിച്ചിരുന്നെങ്കിൽ പോലും മാഫിൽ അർളി ഭൂമിയിലുള്ളത് ജമീഅൻ അത് മുഴുവൻ ചെലവഴിച്ചെങ്കിൽ പോലും മാ അല്ലഫ്ത ബൈന ഖുലൂബി അവർക്കിടയിൽ അങ്ങ് ഇണക്കം ഉണ്ടാക്കുമായിരുന്നില്ല വലാകിൻ അല്ലാഹു അല്ലഫ ബൈന പക്ഷേ എങ്കിലും അള്ളാഹു ആണ് അവരുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കിയത് ബിഖുദ്റതി അവന്റെ കഴിവ് കൊണ്ട് ഇന്നഹു അസീസുൻ ഗാലിബുൻ അള്ളാഹു മികച്ചവനാണ് അലാംലി തന്റെ കാര്യത്തിന് ഹക്കീമുൻ അള്ളാഹു യുക്തിഭദ്രനാണ് ലാ യഖ്റുജു ഷൈഉൻ അൻ ഹിക്മതിഹി ഒന്നും അള്ളാഹുവിന്റെ ഹിക്മത്തിനെ തൊട്ട് അതീതമല്ല ഹിക്മത്തിനെ തൊട്ട് പുറത്തു പോകുന്നതല്ല അള്ളാഹുവിന്റെ യുക്തിയെ തൊട്ട് പുറത്തു പോകുന്നതല്ല യാ അയ്യുഹൻ നബിയോ അല്ലയോ പ്രവാചകരെ ഹസ്ബുകല്ലാഹ് അങ്ങേക്ക് അല്ലാഹ് മതി വഹസ്ബുക മനിത്തബഅക അങ്ങയെ പിൻപറ്റുന്ന ആളുകളും അങ്ങേക്ക് മതി വഹസ്ബുക അങ്ങേക്ക് മതി മനിത്തബഅക അങ്ങയെ പിൻപറ്റുന്ന ആളുകളും മുഅ്മിനീങ്ങളാൽ യാ അയ്യുഹൻ നബിയും അല്ലയോ പ്രവാചകരെ ഹരിൽ അങ്ങ് പ്രേരിപ്പിക്കണേ ഹുസ്സ അങ്ങ് പ്രേരിപ്പിക്കൂ അൽ മുഅ്മിനീന സത്യവിശ്വാസികളെ അലൽ ഖിതാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ലിൽ കുഫാരി കാഫിരീങ്ങളോട് ഈ യകും മിൻകും 20 സാബിറൂൻ നിങ്ങളിൽ നിന്നും 10 ക്ഷമാവാന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ യഗ്ലിബു അവർ പരാജയപ്പെടുത്തുന്നതാണ് മിഅത്തൈനി മിൻഹും അവരിൽ നിന്നുള്ള 200 ആളുകളെ ഈ യകും മിൻകും 20 നിങ്ങളിൽ നിന്നും 20 ക്ഷമാവാന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും 200 ആളുകളെ പരാജയപ്പെടുത്തും അപ്പോൾ 10 ഇരട്ടിയെ പരാജയപ്പെടുത്തും വയ്യക്കും ബില്യായി വത്തായി 2 ഖിറാത്തുണ്ട് വയ്യക്കും മിങ്കും നിങ്ങളിൽ നിന്നും അത് 2 മിഅത്തുൻ 100 ആളുകളുണ്ടെങ്കിൽ യഗ്ലിബു അൽഫൻ മിനല്ലദീന കഫറു കാഫിരീങ്ങളിൽ നിന്നുള്ള 1000 ആളുകൾ ആ 100 ആളുകൾ പരാജയപ്പെടും അപ്പം 10 ഇരട്ടി ബി അന്നഹും എന്തേ കാരണം ബി അന്നഹും ഐ ബി സബബി അന്നഹും ഖൗമുൽ ലാ യഫ്ഖഹൂൻ ശത്രുക്കൾ എന്താണ് വിവരമില്ലാത്ത ആളുകളായത് കാരണത്താൽ വഹാദ ഖബറുൻ ബി മഅനൽ അംരി ഇതിപ്പോൾ ഖബറാണ് പക്ഷേ എന്തിൻ്റെ അർത്ഥത്തിൽ കൽപ്പന ക്രിയയുടെ അർത്ഥത്തിലാണ് അതായത് ലിയുഖാദിലിൽ 20 മിൻകുമുൽ മിഅത്തൈൻ നിങ്ങൾ എന്നുള്ള 20 ആളുകൾ 100 ആൾ അല്ല 20 ആളുകൾ 200 ആളുകളോടും വൽമിയ 100 ആളുകൾ അൽ അൽഫ 1000 ആളുകളോട് യുദ്ധം ചെയ്യട്ടെ വയത്ബുദു ലഹും അവർക്കെതിരെ അവർ സ്ഥിരപ്പെട്ട് നിൽക്കട്ടെ സുമ്മ നുസിഹ പിന്നെ ഈ ആയത്തിലുള്ള ഹുക്കുമിനെ നസ്ഖ് ചെയ്യപ്പെട്ടു ലമ്മ കസുറു മുസ്ലിങ്ങൾ എന്തായി ഒരുപാടുണ്ടായപ്പോൾ മുസ്ലിങ്ങൾ ഒരുപാടുണ്ടാവുകയും ചെയ്തു ബലഹീനമാവുകയും ചെയ്തു അവരുടെ ഈമാൻ ബലഹീനമായെന്നല്ല അവരുടെ ഈമാൻ അല്ല അസ്തഗ്ഫിറുല്ലാഹ് പിന്നെ കുറേ ആളുകളൊക്കെ വന്നു അപ്പോൾ ആദ്യത്തെ ആളുകളുടെ അത്ര ഈമാൻ അത്ര ശക്തമായിരുന്നില്ല ചിലരുടെയൊക്കെ ലോഫൊക്കെ ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് മീൻസ് പുതിയതായിട്ട് വിശ്വാസം സ്വീകരിച്ച ആളുകൾ പിന്നെ ഈമാൻ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിക്കുകയല്ലേ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് ബിഖൗലി വിശേഷമുള്ള അള്ളാഹുവിൻ്റെ ഈ ആയതുകൊണ്ട് അൽ ആന ഇപ്പോൾ ഹഫഫ് അല്ലാഹു അൻകും അല്ലാഹു നിങ്ങൾക്ക് ലഘൂകരിച്ചു വന്നിരിക്കുന്നു വഅലിമ അല്ലാഹു മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു അന്നഫീക്കും നിങ്ങളിലുണ്ട് ലഅഫ ദൗർബല്യമുണ്ട് ബിളമ്മിൽ ലാദി വഫതിഹി 2 ഖിറാത്തുണ്ട് ലഅഫ അൻ ഖിതാലി അശറത്തിൻ അംസാലിക്കും അൻ ഖിതാലി അശറത്തി അംസാലിക്കും നിങ്ങളെ പോലെയുള്ള 10 ആളുകളോട് യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട് അപ്പം ഒരാൾ 10 ആൾക്കെതിരെയായിരുന്നു 20 200-നെതിരെയും 100 1000-നെതിരെയൊക്കെ പറയുമ്പോൾ ഒരാൾ 10 ആൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന അതിനെ തൊട്ടുള്ളപ്പം നിങ്ങൾക്ക് ദൗർബല്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഈ യക്കുൻ ബിലിയായി വത്തായി 2 ഖിറാത്തുണ്ട് മിങ്കും സ്വാബിറത്തുൻ ക്ഷമിക്കുന്ന 100 ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ യഗ്ലിബു മിഅത്തൈൻ
200 ആളുകളെ എന്ത് ചെയ്യും, പരാജയപ്പെടുത്തും ഇനി അവരെന്നുള്ള. വയ്യക്കും മീൻകും അൽഫ്, നിങ്ങളിൽ നിന്നും 1000 ഉണ്ടെങ്കിൽ യഗ്ലിബു അൽഫൈൻ, അവരെന്താണ് 2000 ആളുകളെ പരാജയപ്പെടുത്തും. ബിറാദി, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം. ഇതും ബഹുവ ഖബറും വിമാനൽ അമ്ര, അമ്രിൻ്റെ അർത്ഥം ഖബറാണെങ്കിലും കൽപ്പന ക്രിയയുടെ അർത്ഥത്തിലാണ് ഈ ഖബർ. അതായത് ലിതുഖാതിലു മിസ്ലൈക്കും, നിങ്ങൾ യുദ്ധ ലിതുഖാതിലു അല്ലേ, ലിതുഖാതിലു വേണ്ട, ലിയുഖാതിലു അല്ല, ലിതുഖാതിലു എന്താണ്, നിങ്ങൾ യുദ്ധം ചെയ്യട്ടെ. അവിടെ ഇപ്പം സാധാരണ എന്താ പറയല്, ലിയുഖാതിൽ ലിയുഖാതില ലിയുഖാതിലു ലി തുഖാത്തിൽ അല്ല, ലിയുഖാത്തിൽ ലിയുഖാതില ലിയുഖാതിലു ലിതുഖാത്തിൽ ലിതുഖാതില ലിതുഖാതിലു എന്നാണ്. അപ്പം ലിതുഖാത്തിൽ എന്നൊക്കെ പറഞ്ഞതാണ് മുഹന്നസിനോടാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. ലിതുഖാതിലു ലിതുഖാതിലു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരു രൂപത്തിൽ കൊണ്ടുവന്നെയാണ്. എന്തായാലും നിങ്ങൾ യുദ്ധം ചെയ്യട്ടെ, മിസിലൈക്കും നിങ്ങളുടെ ഇരട്ടിയോട്. അങ്ങനെയല്ല, ഇത് അമ്രാണ്. എന്തിനുള്ള അമ്രാണ്? ലി തുഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പം ലി അൻ തുഖാതിലു എന്നാണ് ഉണ്ടാവുക. മിസ്ലൈക്കും നിങ്ങളുടെ ഇരട്ടിയോട്. അപ്പോൾ തസ്ബുതു, നിങ്ങൾ സ്ഥിരപ്പെടാൻ വേണ്ടി, ലഹും അവർക്കെതിരെ, ശത്രുക്കൾക്കെതിരെ. വല്ലാഹു മഅ സ്വാബിരീന ബി ഔനിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ശവാന്മാരടപ്പാണ്. അള്ളാഹു സഹായിക്കൽ കൊണ്ട്, സഹായിച്ച് അള്ളാഹു ആർക്കാണ് സഹായം നൽകാമെന്ന്. വനതല ഇറങ്ങി, ലമ്മ അഹദുൽ ഫിദാ മിൻ ഈ അസ്ര, ഇവരുണ്ടല്ലോ മറ്റേ തടവ് പുള്ളികൾ, ഈ തടവ് പുള്ളികളിൽ നിന്നും മുസ്ലിങ്ങൾ ഫിദാ മോചനദ്രവ്യം വാങ്ങിയപ്പോൾ, ബദറിലുള്ള ബദറിൽ നിന്നും പിടിക്കപ്പെട്ട തടവ് പുള്ളികളിൽ നിന്നും മോചനദ്രവ്യം വാങ്ങിയപ്പോഴാണ് ഇതിറങ്ങിയത്. മാക്കാനിൽ നബിയിൻ, മോചനദ്രവ്യം വാങ്ങി അത്ര നന്നായില്ല എന്ന് പറയാം, അസ്ര എന്നാണ്. അപ്പം മോചനദ്രവ്യം വാങ്ങിയത് അത്ര നന്നായില്ല തടവ് പുള്ളികളിൽ നിന്നും, അവരെ കൊല്ലുകയാണ് വേണ്ടത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലാനാണ് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളും അങ്ങനെ ഈ ഒരു തീരുമാനത്തിലാവുന്നത്. പക്ഷേ അള്ളാഹു ഈ ഒരു രൂപത്തിൽ അപ്പം ആയത്തിറക്കുകയും പിന്നെ നബിതങ്ങൾക്ക് ഒരു വിഷമമൊക്കെ വരികയൊക്കെ ചെയ്തു എന്നാണ് ഓർമ്മ. മാക്കാന ലി നബിയിൻ, ഒരു നബിക്ക് പറ്റിയതല്ല, യോജിച്ചതല്ല, അയ്യക്കൂൻ അബിതായി വലിയായി ലഹു അയ്യക്കൂൻ ലഹു അസ്ര, ആ നബിക്കുണ്ടാവൽ തടവ് പുള്ളികൾ, ഹത്ത യുസ്ഖിന ഫിൽ അർള്, ഏതുവരെ? ഹത്ത യുസ്ഖിന ഫിൽ അർള്, ഭൂമിയിൽ വല്ലാതെ യുസ്ഖിന നമ്മുടെ എന്താണ് ആധിപത്യത്തെ പ്രകടിപ്പിക്കുന്നിടം വരെ. ഇവിടെ സാബിയൊക്കെ കൊടുത്തിരിക്കുന്ന ഹത്ത തുൽഹിറ ഷൗക്കത്തൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആധിപത്യത്തെ പ്രകടിപ്പിക്കുന്നിടം വരെ, നമ്മുടെ ധീരത അവിടെ ഭൂമിയിൽ പ്രകടിപ്പിക്കുന്നിടം വരെ. ഈ പ്രവാചകൻ ഇസ്ലാമിൻ്റെ ധീരത ഭൂമിയിൽ, ഇസ്ലാമിൻ്റെ ആ കായബലം അല്ലെങ്കിൽ അധികാരബലം ഭൂമിയിൽ പ്രകടിപ്പിക്കുന്നിടം വരെ ഒരു പ്രവാചകൻ അങ്ങനെ ഒരു അടിമകളൊന്നും ഉണ്ടായിക്കൂടാ. യുബാലിക ഫി ഖത്ലിൽ കുഫാരി, കാഫിര്യങ്ങളെ കൊല്ലുന്നതിലൊക്കെ വല്ലാതെ തീവ്രത പുലർത്തണം വരെ. തുരീദൂന, നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുകയാണ്, അയ്യുൽ മുഅ്മിനീങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, അറദ ദുനിയ, ദുനിയാവിൻ്റെ ചരക്കിന്, ഹുതാമഹ അതിൻ്റെ ചരക്കിന്, ബി അഹ്ദിൽ ഫിദായി മോചനദ്രവ്യമൊക്കെ വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. എന്നാൽ വല്ലാഹു യുരീദു ലക്കുമുൽ ആഖിറ, അള്ളാഹു നിങ്ങൾക്ക് ആഖിറത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സവാബഹ അതിൻ്റെ പ്രതിഫലത്തെ, ബി ഖത്ലി നിങ്ങൾ അവരെ കൊല്ലുകയാണ് വേണ്ടത്, അല്ല കൊല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങളെന്ത് ഫിദാവ് വാങ്ങി, പിന്നെ അത് സമ്മതിച്ചെടുത്തു. അള്ളാഹു അസീസിനാക്കി, അള്ളാഹു പ്രതാപി യുക്തിബദ്ധനുമാണ്. വഹാദ മൻസൂഖുൻ, ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. ബി കൗലിഹി, എന്താണ് ഈ ഒരു കൗലുണ്ട്, അന്നത്തെ ആയിരുന്നു. പിന്നെ യുദ്ധമൊക്കെ പിന്നെ നടന്നത്, പിന്നെന്താണ് ഈ ഒരു കൗല് പിന്നെ വരികയും ചെയ്തു. ഇതിപ്പം ഫൈമാ മന്നം ബാദു ഫൈമാ ഫിദാ അല്ലേ, ഫൈമാ മന്നൻ ഒന്നുകിൽ എന്താണ് വെറുതെ വിടുക, മന്നൻ വെറുതെ വിടുക, ബാദു അതിൻ്റെ ശേഷം, വൈമാ ഫിദ അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിടുക. അതൊക്കെ തടവുള്ളികളുടെ വിഷയത്തിൽ പിന്നെ ഇറങ്ങിയ സൂക്തമാണ്. അതുകൊണ്ട് ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. ലൗലാ കിതാബും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നും കിതാബെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, സബക്ക മുൻകിടന്നതായ കിതാബെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, എന്താണ് ബി ഇഹ്ലാലിൽ ഗനായിമി വൽ അസ്റ ലക്കും,
ഗനീമത്ത് മുതലുകൾ ഹലാലാക്കിക്കൊണ്ട് അൽഹംദുലില്ലാ വൽ അസ്ര തടവ് പുള്ളികളെയും ലക്കും നിങ്ങൾക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് വെച്ചാൽ അള്ളാഹു നിശ്ചയിക്കൽ, അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ നിശ്ചയിക്കൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ സാബിക്കായ ആ കിതാബ് അള്ളാഹുവിൻ്റെ ആ ഒരു നിശ്ചയിക്കൽ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ, അത് എന്തുകൊണ്ടുള്ള നിശ്ചയിക്കൽ? തടവ് പുള്ളികളും യുദ്ധാർജിത മുതലുകളും ഒക്കെ നിങ്ങൾക്ക് അനുവദനമാക്കിക്കൊണ്ടുള്ള അങ്ങനെ എല്ലാവരും മസ്സക്കും നിങ്ങൾക്ക് ബാധിച്ചേനെ ഫീമ അഹത്തും നിങ്ങൾ സ്വീകരിച്ചതിൽ മിനൽ ഫിദായി അൽഹംദുലില്ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ സമ്മതമൊന്നും ഇല്ലാതെ നിങ്ങൾ തടവുപള്ളികളിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങിയല്ലോ. അപ്പോൾ ആ മോചനദ്രവ്യം വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ബാധിച്ചേനെ അള്ളാഹുവിൻ്റെ ഈ ഒരു കിതാബ് എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, ഏത് മുൻഗണനായ കിതാബ് നിശ്ചയം എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ബാധിച്ചേനെ അദാബുൻ അളീം വലിയ വമ്പിച്ച ശിക്ഷ. ഫക്കുലു അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ നിമ്മ നിങ്ങൾ യുദ്ധത്തിൽ നിന്നും അല്ലേ ഗനീമത്തായിട്ട് കിട്ടുന്നതിൽ നിന്നും നിങ്ങൾ കഴിച്ചോ ഹലാല് അൽഹംദുലില്ലാ നല്ലതും അല്ലെ, ഹലാലൻ അനുവദനീയവും തയ്യിബൻ നല്ലതുമായതിന്. വത്തഖുല്ലാഹ് അള്ളാഹിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവന് കരുണാനിധിയുമാണ്.